പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. മൂത്ത പെണ്ണ് മാല പൊട്ടിച്ചപ്പോ അവള് മോഷ്ടിക്കില്ലാന്ന് ചന്ദ്രൻ പറഞ്ഞു. പോലീസുകാർക്ക് മുമ്പില് ചാഞ്ഞും ചെരിഞ്ഞും നിന്ന് ചിരിച്ചു കാണിച്ച് മൂത്തവള് ആ കേസിൽ നിന്ന് അങ്ങ് ഒഴിവായി. അന്നേ ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, മോഷ്ടിക്കാൻ തുനിഞ്ഞിറങ്ങിയവര് മാനം വിൽക്കാനും മടി കാണിക്കില്ലാന്ന്. അതിന്നെന്റെ കൺമുമ്പിൽ ഞാൻ കണ്ടല്ലോ. എന്നിട്ടും തന്തയ്ക്ക് ഒരു കുലുക്കവും ഇല്ല. ഞാനിരുന്ന് കുലുങ്ങിയെന്ന് വെച്ച് എന്ത് കാര്യം? ഓ, ഇങ്ങനെ ഉരുളക്കുപ്പേരി പോലെ എന്നോട് പറയാൻ നിങ്ങളുടെ വായില് നാവുണ്ട്. നിനക്കിപ്പോ എന്താ പ്രശ്നം? രണ്ടാമത്തെ പെണ്ണ് ഒരു കടയിൽ പോയിരുന്ന് ചായ കുടിച്ചതോ, അതോ കൂടെ ഇരുന്ന് ഒരുത്തനോട് സംസാരിച്ചതോ? ഇതൊക്കെ അത്ര വലിയ കാര്യമാണോ കലാവതി? പിന്നല്ലേ, വെറുതെ വർത്തമാനം പറഞ്ഞിരുന്ന് കാപ്പി മുത്തി കുടിക്കുമായിരുന്നെങ്കിലേ അതൊരു വലിയ കാര്യമായിട്ട് ഞാനും കാണില്ലായിരുന്നു. പിന്നെ ഇതല്ല ചന്ദ്ര, പേരുദോഷം കേൾപ്പിക്കുന്ന തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളാ ഇന്ന് ഞാൻ അവിടെ കണ്ടത്. ഒരു കോഫി ഹൗസില് ആരും പെട്ടെന്ന് കണ്ടുപിടിക്കാത്ത സീക്രട്ട് പ്ലേസില് ഡൂം ലൈറ്റിന്റെ വെളിച്ചത്തില് കയ്യും കോർത്ത് മുട്ടി ഒരുമി രണ്ടിണ കുരുവികള്. ഒരു നിമിത്തം പോലെയാ ഞാൻ അവിടെ ചെന്ന് കേറിയതും ഇത്തരം കാഴ്ചയൊക്കെ കണ്ടതും. നീ ഈ പറയുന്ന പോലെയൊന്നും ആയിരിക്കില്ല. എനിക്കതിൽ സംശയമുണ്ട്. സംശയമൊക്കെ ഞാൻ മാറ്റിത്തരാം. അതിനല്ലേ ഞാൻ മൊബൈലിൽ വീഡിയോ എടുത്തോണ്ട് വന്നത്. നോക്ക്, കണ്ണ് നിറച്ച് കാണ് മോളുടെ ലീലാവിലാസങ്ങൾ. നോക്കി കാണു ചന്ദ്ര, അവളുടെ കണ്ണിലെ തിളക്കം കണ്ടോ? എന്തിനും തയ്യാറാണെന്ന് മുഖത്ത് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ? എനിക്ക് ഒരു സംശയവുമില്ല. ഒന്നുകില് ആ ചെറുപ്പക്കാരനുമായിട്ട് ലിവിങ് ടുഗദറാ നിങ്ങളുടെ മോള്, അതുമല്ലെങ്കിൽ കാശിന് വേണ്ടി കണ്ടവനെയൊക്കെ കണ്ണു കാണിച്ച് വീഴിക്കുന്നതാ. നശിക്കാൻ പിറന്ന ജന്മങ്ങൾ അഞ്ചും ഏതിലെങ്കിലും പോയി തൊലയട്ടെ. അയ്യോ, അങ്ങനെ പറഞ്ഞ് തള്ളിക്കളയലേ ചന്ദ്ര. ആരായിരുന്നു, എന്തായിരുന്നു, ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ തന്തയ്ക്ക് പിറന്ന സ്വഭാവമാണോന്ന് ചോദിക്കണം ചന്ദ്ര. നേരിട്ട് ചെന്ന് ചോദിക്കണം. അല്ലെങ്കിൽ പിന്നെ താനൊരു തന്തയാണോടോ ചന്ദ്ര? ചോദിക്കണം. തർക്കുത്തരമാണ് പറയുന്നതെങ്കിൽ ചെവിക്കൊല്ലി നോക്കി പൊട്ടിക്കണം. കൂടെ ഞാൻ വരാം. വരും. നിന്റെ പേരും നാളും പറഞ്ഞ് കഴിപ്പിച്ചതാ. ഫലിച്ചാ മതിയായിരുന്നു. എല്ലാം ഞാൻ മനസ്സിൽ കാണുന്നത് പോലെ നടന്ന ഒരു ശയന പ്രദക്ഷിണം കൂടി നേർന്നിട്ടുണ്ട്. നന്നായി. ചുറ്റമ്പലം വല വെച്ച് തന്നെ അല്ലേ ഉരുൾ നേർച്ച? അതെ, അതും ഒരു വട്ടമൊന്നുമല്ല, 3 വട്ടം. അത്രക്കൊക്കെ വേണോ? അമ്മയെ കൊണ്ട് അതൊക്കെ പറ്റുമോ? അതിന് ഉരുളുന്നത് ഞാനല്ലല്ലോ. പിന്നെ ആര്? അച്ഛനോ? പിന്നെ ഞാൻ നേർച്ച നേർന്ന ഉടനെ വന്ന് ഉരുളുന്ന ആളല്ലല്ലോ നിന്റെ അച്ഛൻ. നീ ആ ശയന പ്രദക്ഷിണം നടത്തേണ്ടത്. എടാ, നിന്റെ പേരിലെ വഴിപാട്. ഞാനോ? അതൊന്നും നടക്കില്ല. വഴിപാട് കയറുന്നത് അമ്മയല്ലേ, അമ്മ തന്നെ ഉരുണ്ടാ മതി. വിട്ടിത്തം പറയലെടാ ചെക്ക. എടാ, സ്ത്രീകൾക്ക് ശയന പ്രദക്ഷിണം നിഷിദ്ധ. അല്ലെങ്കിൽ തന്നെ ഇതെല്ലാം നിനക്ക് വേണ്ടിട്ടല്ലേ? ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ചില കൊളുത്തുകൾ ഇട്ടിട്ടുണ്ട് അമൃതയുടെ അനിയത്തിമാരുടെ 4ന്റെ മനസ്സിലേക്ക്. അമ്മ അവരെ കണ്ടിരുന്നോ?
കാണാൻ വേണ്ടി തന്നെ പോയതല്ലേ, കാത്തു നിന്ന് കണ്ടതല്ലേ. അമ്മ എന്താ അവരോട് പറഞ്ഞത്? വെറുതെ പറയല്ല, പറഞ്ഞു വിശ്വസിപ്പിച്ചു. എന്ത്? എടാ, നിന്നോട് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ. എന്നിട്ട് അവരൊഴിവായി തരൂ? തന്നേ പറ്റൂന്ന് തീർത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കടുപ്പിച്ചില്ല. സാവകാശത്തില് അവരുടെ മനസ്സിലേക്ക് കേറാൻ തക്ക രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിച്ചു.